ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടമല്ലേ കൂന്തൽ? ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ടാകുമ്പോൾ. ദോശക്കും പിന്നെ ചോറിനും എല്ലാം അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കൂന്തൽ റോസ്റ്റ് എങ്ങനെ ടേസ്റ്റിലുണ്ടാക്കാമെന്ന് കാണാം. അതിന് വേണ്ടുന്ന സാധനം 2 ഉള്ളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ഞാനൊന്ന് ചതച്ച് വെച്ചത്, അല്ലെങ്കിൽ ഇഞ്ചി ഇങ്ങനെ കടിക്കും. പിന്നെ 2 തക്കാളി, പിന്നെ കൂന്തൽ ഇത് ഒരു 100 രൂപേൻ്റെ ആണ്. പിന്നെ കരിവേപ്പില. പിന്നെ വേണ്ടുന്നതാണ് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇതാ മുളക് പൊടി, ഇനി വേണ്ട 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയേ വേണ്ടൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൂന്തൽ ഫ്രൈ ഉണ്ടാക്കിയാലോ? നോക്കാം. ഓക്കെ, ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തത്. മണ്ണിൻ്റെ ചട്ടിയല്ലേ മീനെല്ലാം ഉണ്ടാക്കാൻ നല്ലത്. കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടുന്നുണ്ട്. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. 2 ഉള്ളിയാണ് കേട്ടോ ഇത്. ഇട്ടതാ മാറ്റി വഴഞ്ഞിടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഉണ്ടോ? ഇത്രയും വേണ്ട കേട്ടോ. പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഉപ്പ് നമുക്ക് എല്ലാം ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. പൊടി ഒന്ന് മൂത്തിട്ടാകുമ്പോൾ തക്കാളി 2 തക്കാളി കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കൂന്തലിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നാവും. ഇതൊന്ന് നമുക്ക് കുറച്ച് വെള്ളത്തിൽ വേവിക്കാനുണ്ട്. അല്ല, കൂന്തലിട്ട് കൊടുക്കാം. അങ്ങനെയാണില്ലേ? ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളിച്ചു. കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവട്ടെ. ഒരു 10 മിനിറ്റ് വേവട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ കൂന്തൽ എന്തായി നോക്കാം. ഓക്കെ, അടിപൊളിയായിട്ട്. അധികം ഡ്രൈ ആവണ്ട. അപ്പത്തിനും ചോറിനല്ലേ, അപ്പം ഇങ്ങനെ മതി. ഇത്ര മതിയാവും. കൂടുതൽ ഡ്രൈ ആണെങ്കിൽ കുറച്ചും കൂടി അടുപ്പത്ത് വെച്ചാൽ മതി. എനിക്ക് ഇത്ര മതിയാവും. ഡ്രൈ പോലെ ആവണം, കുറച്ചും കൂടി നേരം അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് കറക്റ്റ് തന്നെ അപ്പത്തിനല്ല. കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും. ഇനി നമുക്കിത് ഓഫാക്കിയിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നോക്കിയാലോ എങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റാണ്. ദോശക്കും ചോറിന് ഇത് മാത്രം മതി കഴിക്കാൻ.
അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലായിട്ട് കാണാം. താങ്ക് യു.